മറ്റു പല പരിപാടികളുടെ ഇടയിൽ ഒരു പരിപാടിയായിട്ട് ഇതിനെ മാറ്റിയാൽ നമുക്കിത് വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. രണ്ടാമതായിട്ട് ഒരു കുട്ടിക്കും നമുക്കറിയാം 3-4 മണിക്കൂർ ഒരു ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് അല്ലെങ്കിൽ മിക്കവാറും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ആയിരിക്കും ഉണ്ടാകുന്നത്. ലാപ്ടോപ്പ് ഉള്ള കുട്ടികൾ കുറവാണ്. ഒരു മൊബൈൽ ഫോണിൽ ഒരു അധ്യാപകൻ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നത് ഒരു ക്യാമറയിൽ കൂടി കേട്ട് അല്ലെങ്കിൽ ഫോണിൽ കൂടി കേട്ടൊന്നും പഠിക്കാനായിട്ട് സാധ്യമല്ല. കുട്ടികൾ പൊതുവെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ക്യാമറ ഓഫ് ആക്കിയിട്ട് അവർ വേറെ പരിപാടിക്കൊക്കെ പോകും. എല്ലാ ദിവസവും ക്ലാസ്സിൽ വരില്ല. കൂടാതെ ചില ദിവസം ടെക്നോളജിക്കൽ പ്രോബ്ലം കൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റാതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പം കുട്ടികൾ പലപ്പോഴും 1-2 മാസമൊക്കെ ഓൺലൈനിൽ പഠിക്കാനായിട്ട് വരും, പിന്നെ ഡ്രോപ്പ് ആയി പോകുന്നതാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പം നമ്മളൊരു ബ്രേവ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തതാണ് ആളുകളെ ഇനി ഓൺലൈനിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈനായിട്ട് പഠിക്കണം. ഓൺലൈനായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഒരു കാരണവശാലും പാസ്സാവാൻ വേണ്ടി സാധിക്കില്ല.